ദിലീപിനെ ഒരിക്കൽ കൂടി രക്ഷിക്കാനുള്ള ശ്രമത്തിൽ മുൻ ഡി ജി പി ശ്രീലേഖ IPS-നെതിരെ അതിജീവിത കോടതിയിലേക്ക്. ഇതാണ് ഇന്നത്തെ വീഡിയോ. ഫിലിമി പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏത് വലിയ കേസും, അത് കൊലക്കേസായാലും ശരി, ഒരാളെ കൊന്നാലും രണ്ടാളെ കൊന്നാലും 10 പേരെ കൊന്നാലും ചിലർ ശിക്ഷിക്കപ്പെടാം, ചിലർ തെളിവുകളില്ലാത്തതിന് വലിയ വെറുതെ വിട്ടേക്കാം. ഇതൊക്കെ നീതിന്യായ വ്യവസ്ഥയിൽ നമ്മൾ വർഷങ്ങളായി കണ്ടുപോരുന്ന കാര്യങ്ങളാണെന്ന് ആലോചിക്കണം. അതുകൊണ്ട് ജനങ്ങൾ പറയുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങൾ പറയുന്ന ചില തീരുമാനങ്ങൾ കോടതി അംഗീകരിക്കണമെന്നില്ല. കോടതിക്ക് മുന്നിൽ വേണ്ട തെളിവുകളാണ്. ആ തെളിവുകൾ കിട്ടിയാൽ അതനുസരിച്ച് നിയമപുസ്തകം നോക്കിയിട്ടാണ് യഥാർത്ഥ ജഡ്ജ്മെൻ്റ് ഉണ്ടാവാറ് പതിവെന്നാണ് പറയുന്നത്. അപ്പോൾ ചോദിക്കും, ഇതിൽ ചില വിട്ടുവീഴ്ചകൾ നടക്കാറില്ലേ എന്നുള്ളത്. നമ്മൾ അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. തെറ്റുപറ്റാത്ത മനുഷ്യരുണ്ടാവില്ല. അത് തിരുത്തുന്നതിലാണ് അവരുടെ വിജയം, അവരുടെ വ്യക്തിത്വം എന്നുള്ളതുകൊണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താ? പറഞ്ഞു വരുന്നത്, നമ്മൾക്കൊരു മുന്നൊരു DGP ഉണ്ടായിരുന്നു, വനിതാ DGP IPS-കാരി, എല്ലാ എഴുത്തുകാരിയായ ശ്രീലേഖ IPS. ഞങ്ങളൊക്കെ ആദ്യകാലത്ത് ഇങ്ങനെ ഈ ശ്രീലേഖ IPS-ൻ്റെ ധീരകൃത്യങ്ങൾ കണ്ട് സന്തോഷിച്ച് കൈയടിച്ച കൂട്ടത്തിലാണ്. മാത്രമല്ല, അവർ അതിമനോഹരമായിട്ട് എഴുതുമായിരുന്നു. ആലോചിക്കണം, അവർ കേസ് ഡയറികളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ശ്രീലേഖ IPS പെൻഷൻ പറ്റിയപ്പോൾ അവരുടെ സ്വന്തം യൂട്യൂബ് ചാനലിൽ കൂടി, അതായത് ദിലീപിനെ വെള്ളപൂശാൻ വേണ്ടി, കാരണം താൻ ഇത്രയും വർഷം ജോലി ചെയ്തിരുന്ന വിഭാഗത്തിൻ്റെ അവിടെ ആലുവയിലെ ജയിലഴികളിൽ ഈ ക്രൂരമായി അനുഭവിക്കേണ്ടി തന്നെ നഗ്ന സത്യങ്ങളെക്കുറിച്ച് എന്ന് പറഞ്ഞിട്ടാണ് ശ്രീലേഖ തൻ്റെ ചാനലിൽ കൂടി പറഞ്ഞത്. അതായത് ദിലീപ് നിരപരാധിയാണ്, ദിലീപിനെ അവിടെ നിലത്ത് കെടുത്തി അങ്ങനെ, അതായത് ഒരാളും ചെയ്യാത്തതിൽ ഒരു VIP ഉള്ള പരിഗണന പോലും കൊടുക്കാതെ ക്രൂരമായി വേട്ടയാടിയ സംഭവങ്ങളാണ് അന്ന് കൊടുത്തത്. അതിനെതിരെ വാദപ്രതിവാദങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. കാരണം ഒന്നാമത് ആ കേസ് അന്വേഷിച്ചത് ശ്രീലേഖ IPS അല്ല, അവരായിരുന്നു ആ കേസ് അന്വേഷിച്ചിരുന്നതെങ്കിൽ എന്തായിരിക്കുമെന്ന് ഇപ്പോൾ വീണ്ടും ഓരോരുത്തരും ചർച്ച ചെയ്യാമെന്ന് ആലോചിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ രക്ഷിച്ചോ, എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഓരോരുത്തർക്കും അവർക്ക് പ്രിയപ്പെട്ടവരെ രക്ഷിക്കാനുള്ള ശ്രമം ഉണ്ടായിരിക്കും, അതിൽ കുറ്റപ്പെടുത്താൻ പറ്റില്ല എന്നാലോചിക്കണം. അങ്ങനെ രക്ഷിക്കുമ്പോഴും ആ പ്രതികൾക്ക് നിങ്ങൾ നീതി കൊടുക്കുമ്പോൾ പോലും ഈ ഇരയുടെ സ്ഥാനത്ത് നിൽക്കുന്നവർക്ക് കുറച്ചെങ്കിലും നീതിയും കരുണയും വേണ്ടതല്ലേ? കാരണം ഇതിപ്പോൾ ഈ നടിപീഡന കേസിൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞത്. കാരണം അടുത്ത വർഷം ഫെബ്രുവരി 17 ആകുമ്പോൾ 8 വർഷമാകുമെന്ന് ആലോചിക്കണം. ഈ 8 വർഷവും വാർത്തയിൽ നിറഞ്ഞു നിന്നൊരു കേസാണെന്ന് ആലോചിക്കണം. ഈ കേസിൽ 8ാം പ്രതിസ്ഥാനം നിൽക്കുന്ന ദിലീപാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധാകേന്ദ്രം. അപ്പുറത്ത് ദിലീപിൻ്റെ ഒപ്പം നായികയായി അഭിനയിച്ചൊരു നടിയാണെന്ന് ആലോചിക്കണം. തേച്ചു മാഞ്ഞ് കളയാൻ വേണ്ടി ഈ കേസ് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമം തുടങ്ങിയിട്ടും കുറേ കാലമായി എന്നാലോചിക്കണം. മുമ്പ് ദിലീപിനെ എതിർത്തവർ പോലും ഇപ്പോൾ അനുകൂല ഭാഗത്തിലേക്ക് വന്നു. അതിലൊരാളാണ് മഞ്ജു വാര്യർ എന്നാലോചിക്കണം. മഞ്ജു വാര്യർ മാത്രമല്ല, ദിലീപിനെതിരെ കോടതിയിൽ കേസ് പറഞ്ഞ പിന്നീട് പലരും മൊഴി മാറ്റി പറഞ്ഞു എന്നാലോചിക്കണം. അങ്ങനെ ആ മൊഴി മാറ്റി പറഞ്ഞപ്പോൾ ഒറ്റപ്പെട്ടു പോയ അതിജീവിതയുടെ ഒപ്പം നിൽക്കാനും കുറേ പേരുണ്ടായി എന്നാലോചിക്കണം. വേറൊരു നടിയായിരുന്നെങ്കിൽ ഇത്രയും ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ കഴിയുമായിരുന്നില്ല എന്നാലോചിക്കണം. അത്രമാത്രം പണച്ചെലവ് ഈ കേസിന് വന്നിട്ടുണ്ട്. നടികയേക്കാൾ എത്രയോ ഇരട്ടി ചെലവുകൾ ദിലീപിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടെന്ന് ആലോചിക്കണം. അപ്പോൾ താൻ ഇതിൽ പ്രതിസ്ഥാനത്തല്ല, താൻ ഒന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളത്. അതിനിടയിലാണ് നമ്മൾ 2021 നമ്മുടെ ഈ കേസിൻ്റെ ഗതി, അതായത് എളുപ്പം രക്ഷപ്പെട്ടു പോകുമെന്ന് വിചാരിച്ച ഈ കേസിൻ്റെ ഗതി മാറ്റിയത്. ഈ കേസിൻ്റെ ഗതി മാറിയിട്ട് ഈ കേസ് എളുപ്പത്തിൽ ദിലീപും കൂട്ടും ജയിക്കുമെന്ന് തോന്നി നിമിഷം നമ്മൾ ചില ക്രിക്കറ്റ് കളിയോ ഇപ്പോൾ യോഗത്തിന് ഒരു 10 റണ്ണ് വേണം, 2 ബോളേ ഉള്ളൂ, എങ്ങനെ ജയിക്കുമോ ഇങ്ങനെയൊക്കെ അവസാനത്തിൽ 2 സിക്സർ അടിച്ച് കേസ് ജയിക്കുന്ന പോലെയാണ് ഈ സംഭവം വീണ്ടും തിരിച്ചു വന്നത്. അവിടെ 2021 ബാലചന്ദ്രകുമാർ എന്നുള്ള സംവിധായകൻ തെളിവുകൾ സഹിതം എല്ലാ കാര്യങ്ങളും വീണ്ടും കൊണ്ടുവന്നപ്പോഴാണ് ഈ കേസിൻ്റെ ഗതി തന്നെ മാറിപ്പോയി. ജയിക്ക് വേണ്ടി കൈയടിച്ചിരുന്നവരെല്ലാം വേദനയോടെ നോക്കി തോറ്റോ എന്നുള്ള ചോദ്യങ്ങൾ.
അപ്പോഴും പറഞ്ഞത് എന്താണ്? ഇത് കെട്ടിച്ചമച്ച കേസാണെന്നാണ്. ബാലചന്ദ്രകുമാർ എല്ലാ കാര്യങ്ങളും തെളിവ് സഹിതമാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കൊടുത്തതെന്ന് ആലോചിക്കണം. അവിടെ നിന്നാണ് പിന്നെ ഈ കേസിൻ്റെ വേറെ രണ്ടാം നമ്മൾ ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞ പോലെ ഒരു ടേണിംഗ് പോയിന്റ് ഈ കേസിലുണ്ടായിരുന്നു. അങ്ങനെ കേസ് വന്ന് ഇപ്പോൾ 2024 2024 ഇന്ന് ഇത്രയായി, ഇന്ന് പറഞ്ഞൂടെ ഇത്രയായി. അപ്പോൾ ഇത്രയായി നിൽക്കുമ്പോൾ ഈ കേസിന് ഇനി വിചാരണ നടക്കേണ്ട സംഭവങ്ങളാണ്, വാദം നടക്കേണ്ടതാണ്. വിചാരണ കഴിഞ്ഞു. അപ്പോഴാണ് വീണ്ടും, അതായത് മുൻപ് ഈ ശ്രീലേഖ IPS രക്ഷപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ വാദത്തിൻ്റെ വേറൊരു വെർഷൻ കൂടി വന്നിരിക്കുന്നു. ഇപ്പോൾ ഈ വാദം തുടരേണ്ട അവസ്ഥയിൽ വന്നിരിക്കുന്നു. ദിലീപ് രക്ഷപ്പെടും, ദിലീപ് കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ളത് പറയേണ്ടവർ പറയാം. പക്ഷേ ശ്രീലേഖ IPSനെ പോലുള്ള മുൻ DGP ഇങ്ങനെ ഈ സമയത്ത് പറയുമ്പോൾ അതിൽ സ്വാധീനങ്ങൾ ഉണ്ടായിരിക്കില്ലേ? അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിജീവിത ശ്രീലേഖയ്ക്കെതിരെ കോടതിയിൽ പോയിരിക്കുന്നു. അപ്പോൾ ചില ആൾക്കാർ, എനിക്കറിയാം, 1-2 പേര് ഇന്നലെ എന്നെ വിളിച്ച് ചോദിച്ചു, ഈ സംഭവം കഴിഞ്ഞപ്പോൾ വിളിച്ച് ചോദിച്ചതു, നിങ്ങളൊക്കെ ശ്രീലേഖ IPSനെ ഒരു നല്ല എപ്പോഴും ഗുഡ് ലിസ്റ്റിൽ പെടുത്തിയിരിക്കുന്ന ആളായിരുന്നില്ലേ? അവരങ്ങനെ ആയിരുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞോളൂ. ഞങ്ങളെ സംബന്ധിച്ച് അവർ നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥയായിരുന്നു, ആയിരുന്നു, അതിൽ യാതൊരു സംശയവുമില്ല. അവർ ഭേദപ്പെട്ട രീതിയിൽ എഴുതിയിരുന്ന എഴുത്ത്, അതും തർക്കമില്ല. അപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെ, മുമ്പ് അവരിങ്ങനെ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. അധികം വർഷങ്ങളായിട്ടില്ല, ഇവിടുത്തെ മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായൊരു ചാനലിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾ, അതായത് വിദേശത്തു നിന്ന് കോടികൾ കട്ടുമുടിച്ചു പറ്റിച്ചു എന്ന് പറയാൻ വേണമെങ്കിൽ, അങ്ങനെ കട്ടുമുടിച്ച് അവിടുത്തെ ആൾക്കാർ അത് വാണ്ടഡ് ക്രിമിനലായിരുന്ന ആൾക്കാർ എവിടെ വെച്ച് കണ്ടാലും അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ടെന്ന് അറിയും. അദ്ദേഹം വീണ്ടും ഇന്ത്യയിലേക്ക് വന്നു, കേരളത്തിലേക്ക് വന്നു, ഒരു വലിയ ചാനലിൻ്റെ തലപ്പത്തിരിക്കുന്നു. ആലോചിക്കണം. നമ്മുടെ കൺമുൻപിൽ വെച്ച് ഈ ആളാണെന്ന് പറഞ്ഞാൽ പോലും മുഖം തിരിച്ച് പോകുന്ന അത്രയും സ്വാധീനം ആ മനുഷ്യനുണ്ടായിരുന്നായിരിക്കണം. അതിൻ്റെ അന്വേഷണ ചുമതല കിട്ടിയത് നമ്മുടെ ഈ മുൻ DGPക്കാണെന്നാണ് പറഞ്ഞ് കേൾക്കുന്നത്. അവരുടെ കൺമുമ്പിലൂടെ ഈ മനുഷ്യൻ ഈ ക്രിമിനൽ നടന്നു പോകുമ്പോഴും അറസ്റ്റ് ചെയ്യുകയോ ചോദ്യം ചെയ്യുകയോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നും പറഞ്ഞ് കേൾക്കുന്നു. ഇതൊക്കെ എന്നോട് പറയുന്ന കാര്യങ്ങളാണ് ഇവരൊന്ന് ആലോചിക്കണം. മാത്രമല്ല, അന്ന് ആ ചാനലിൽ ശ്രീലേഖയുടെ ഒരു സീരിയൽ വന്നു എന്നും പറയുന്നുണ്ട്. അതൊക്കെ പറഞ്ഞു വരുന്നത് ഇവർ ചില കാര്യങ്ങളിൽ ഇഷ്ടപ്പെട്ട ചില ആൾക്ക് ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തുന്ന ഉദ്യോഗസ്ഥയായിരുന്നില്ലേ? ഇത് കാര്യം നിങ്ങൾക്കറിയില്ലേ എന്നാണ് എന്നോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ അതിന് തെളിവുകളില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അന്നത്തെ ആ ചാനൽ ഏതാണെന്ന് നിങ്ങൾക്കറിയാം, അന്ന് വന്ന സീരിയൽ ഏതാണെന്ന് നിങ്ങൾക്കറിയാം. വേണമെങ്കിൽ അതിൻ്റെ പേരിൽ അന്വേഷണം നടത്തി നിങ്ങൾക്കൊരു പരാതി കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ അതിന് വ്യക്തമായ തെളിവുകളില്ലാത്തതുകൊണ്ട് ശ്രീലേഖ IPS അന്ന് അങ്ങനെ ചെയ്തു, അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്നിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറയാൻ ഞാൻ ഒരുക്കമല്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് മാത്രം പറയാം. എന്തിനും ഇത്രയും വ്യഗ്രതയോടെ മറ്റു പ്രതികളെ 1-ാം പ്രതി, 2-ാം പ്രതി, 3-ാം പ്രതി, 4-ാം പ്രതി, 5-ാം പ്രതി, 6-ാം പ്രതി, 7-ാം പ്രതി കഴിഞ്ഞ് ഒരു 8-ാം പ്രതിയെ സംരക്ഷിക്കാൻ വേണ്ടി എന്തിനിങ്ങനെ കള്ളത്തരം പറയുന്നു എന്ന് ജനം ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് ഉത്തരം പറയാൻ കഴിയും? അതുകൊണ്ട് നല്ലൊരു പേരുണ്ടായിരുന്ന ഉദ്യോഗസ്ഥയാണ് ശ്രീലേഖ IPS. അവർക്ക് ഇതിനെതിരെ അവരുടെ ചാനലിൽ പറയാം, അവർക്ക് വേണമെങ്കിൽ മാനനഷ്ടം കൊടുക്കുക, ഒക്കെ ചെയ്യാം. എന്നാലും നല്ലൊരു പേരുണ്ടായിരുന്ന നല്ല ഉദ്യോഗസ്ഥയായിരുന്ന ശ്രീലേഖ IPS ഈ വൈകിയ വേളയിൽ എന്തിന് ഇങ്ങനെയൊക്കെ പറയുന്നു? എന്തുകൊണ്ട് നിങ്ങൾ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്നില്ല? അപ്പോൾ ഒരു സ്ത്രീക്ക് എതിര് സ്ത്രീ തന്നെയല്ലേ?